വാർത്തകൾ ഫെബ്രുവരി 17, 2026. നമസ്കാരം. കേരള കണക്ട് യുകെയിലേക്ക് സ്വാഗതം. യുകെ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ചില വാർത്തകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. വിസ നിയമങ്ങളിലെ കടുത്ത മാറ്റങ്ങൾ മുതൽ ആറ്റുകാൽ പൊങ്കാല വരെ ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ നമുക്ക് നോക്കാം. വിസ നിയമങ്ങളിലെ കടുത്ത മാറ്റങ്ങൾ. ആദ്യമായി യുകെ ഇമിഗ്രേഷൻ രംഗത്തെ നിർണായകമായ ഒരു അപ്ഡേറ്റ്. ഫെബ്രുവരി 25 മുതൽ യുകെയിലേക്കുള്ള യാത്രാ നിയമങ്ങൾ പൂർണ്ണമായും മാറുകയാണ്. നോ പെർമിഷൻ, നോ ട്രാവൽ, നോ പെർമിഷൻ, നോ ട്രാവൽ എന്ന പുതിയ ഡിജിറ്റൽ അതിർത്തി നിയമം വരുന്നതോടെ വിസ ആവശ്യമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ പോലും ETA ഇലക്ട്രോണിക് ട്രാവൽ ഓത്തറൈസേഷൻ മുൻകൂട്ടി എടുത്തിരിക്കണം. കൂടാതെ ഫെബ്രുവരി 25 മുതൽ വിസിറ്റ് വിസകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഫിസിക്കൽ സ്റ്റിക്കറുകൾക്ക് പകരം പൂർണ്ണമായും വിസ രീതിയിലേക്ക് മാറുകയാണ്. പാസ്പോർട്ടിൽ സ്റ്റിക്കർ ഇല്ലെങ്കിലും ഡിജിറ്റൽ റെക്കോർഡ് വഴി മാത്രമേ ഇനി യാത്ര സാധ്യമാകൂ. ഇന്ത്യക്കാർക്ക് സുവർണാവസരം. ബാലറ്റ് ഇന്നു മുതൽ. ഇന്ത്യക്കാർക്ക് യുകെയിൽ വന്ന് ജോലി ചെയ്യാൻ അവസരം നൽകുന്ന ഇന്ത്യ യങ് പ്രൊഫഷണൽസ് സ്കീമിന്റെ 2026 ആദ്യ ബാലറ്റ് ഇന്ന് ഫെബ്രുവരി 17 ഉച്ചയ്ക്ക് 2:30 മുതൽ ആരംഭിച്ചു. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ബിരുദധാരികൾക്ക് ഈ സ്കീം വഴി 2 വർഷത്തേക്ക് യുകെയിൽ വർക്ക് വിസ ലഭിക്കും. ഫെബ്രുവരി 19 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ governor.uk വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. TV ലൈസൻസ് ഫീസ് വർധനവ്. യുകെയിലെ കുടുംബങ്ങൾക്ക് ഒരു അധിക ബാധ്യത കൂടി വരുന്നു. ഏപ്രിൽ മാസം മുതൽ TV ലൈസൻസ് ഫീസ് £180 ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചു. നിലവിൽ ഇത് £169.50 BBC സേവനങ്ങൾക്കും മറ്റ് ലൈവ് ചാനലുകൾക്കും ഈ തുക നൽകേണ്ടി വരും. പ്രാദേശിക വാർത്ത. ആറ്റുകാൽ പൊങ്കാല. യുകെയിലെ വിശ്വാസികൾക്കായി ഒരു സന്തോഷ വാർത്ത. ലണ്ടനിലെ ന്യൂഹാം മാനോർ പാർക്കിലുള്ള ശ്രീ മുരുകൻ ക്ഷേത്രത്തിൽ വച്ച് നടക്കുന്ന 19ാമത് ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോകളിൽ ഞങ്ങൾ പങ്കുവെക്കുന്നതാണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവയാണ്. യുകെയിലെ ഓരോരോ മാറ്റങ്ങളും കൃത്യമായി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി.